പരിശുദ്ധ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഞങ്ങളുടെ കുടുംബത്തെ ഉയർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും അനേകായിരം നന്ദി. എൻ്റെ പേര് അജീഷ്. ഇത് എൻ്റെ ഭാര്യ സുമ. ഇതെൻ്റെ മക്കൾ. ഇത് ഹൃതിക് അജീഷ്, ഇത് ഐശ്വര്യ അജീഷ്. ഞങ്ങൾ വരുന്നത് പത്തനംതിട്ട ജില്ലയിലെ കടമ്പനാട് തുവയൂർ എന്നുള്ള സ്ഥലത്തു നിന്നാണ്. ആദ്യമായി കൃപാസനത്തെപ്പറ്റി ഞങ്ങൾ അറിയുന്നത് ഞാൻ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടന്ന സമയത്ത് എൻ്റെ ഭാര്യയ്ക്കൊരു കൃപാസന പത്രം കിട്ടിയാണ്. അങ്ങനെ അത് വായിക്കുന്ന സമയത്ത് അവൾ വിശ്വാസത്തിലാവുകയും അവളുടെ അമ്മയുടെ ചേട്ടത്തിയുടെ മകൾ വഴി കൃപാസനത്തെപ്പറ്റി അറിയുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്ന കാലത്ത് ഞങ്ങൾ ജോലിക്കുറവ് ആ സമയത്ത് ഞാൻ കൈയെടുത്തിട്ടാണ് കൃപാസനത്തിൽ ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് കൃപാസനത്തെപ്പറ്റി അത്ര വലിയ ധാരണയൊന്നുമില്ല. സാധാരണ ഒരു പള്ളി പോലെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നൊരു പള്ളി എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. എന്നാൽ ഞങ്ങളിവിടെ വരുമ്പോഴാണ് ഇവിടെ ഉടമ്പടി പറ്റിയും അതിലെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ അറിയുന്നത്. ഞങ്ങൾ അന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഇതിലെ കാര്യങ്ങളൊക്കെ അതേപോലെ ചെയ്തു. നിയോഗങ്ങൾ 6 ഞങ്ങൾ എഴുതിയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ വെച്ച നിയോഗങ്ങൾക്കപ്പുറം ജീവിതത്തിൽ ഒരുപാട് രോഗശാന്തിയും പിന്നീട് ദൈവാനുഗ്രഹവും ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞങ്ങൾ മെയിനായിട്ടും ഞങ്ങൾക്ക് ഈ പ്രത്യക്ഷീകരണത്തിൽ നിലനിന്ന് പോകാൻ കഴിഞ്ഞത് തന്നെ ഞങ്ങൾക്ക് വലിയൊരു ദൈവാനുഗ്രഹമാണ്. എനിക്ക് ആക്സിഡൻറ്റുകളായിട്ട് 2-3 തവണ എനിക്ക് ആക്സിഡൻറ്റ് പറ്റി. അതേപോലെ രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട്. ഈ ആക്സിഡൻറ്റിൽ ആദ്യമായിട്ട് കല്ലുകുഴി ഭാഗത്ത് നിന്ന് അടൂരോട്ട് പോകുന്ന സമയത്ത് കല്ലുകുഴിയിൽ വെച്ച് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ഈ ആക്സിഡൻറ്റിൽ എൻ്റെ വലത് കൈയിൽ ഞരമ്പ് പൊട്ടിപ്പോവുകയും എൻ്റെ ശരീരത്ത് കുറേ മുറിവുകളുണ്ടാവുകയും ഒരുപാട് രക്തം വാർന്ന് ഞാൻ ആ വഴിയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു അകപ്പെടുകയും ചെയ്തിരുന്നു. അന്ന് ഞാൻ എങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയെന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ അതിൽ മാതാവിൻ്റെയും യേശുനാഥൻ്റെയൊക്കെ ഒരുപാട് ഇടപെടലുണ്ടായിട്ടുണ്ടെന്ന് ഞാനിപ്പോൾ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തുന്ന സമയത്ത് പോലും ബോധമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഈ അവസ്ഥയിൽ ചെറിയൊരു ബോധം വന്ന സമയത്ത് എന്നെ കൊണ്ടുവന്നവരോട് വീട്ടിൽ നമ്പർ പറഞ്ഞിടത്താണ് എൻ്റെ കുടുംബം കോട്ടയം മെഡിക്കലിൽ എത്തുന്നത്. ആ സമയത്തും നല്ല രീതിയിൽ ബോധത്തിലൊന്നും ആയിരുന്നില്ല. ഞാൻ ബോധം തെളിഞ്ഞും ഇല്ലാതെയൊക്കെ ഇരുന്ന സമയം എൻ്റെ ഭാര്യ മാതാവിനോട് അന്ന് പ്രാർത്ഥിച്ചിരുന്നു, എങ്ങനെ ഈ അവസ്ഥയിൽ ഞങ്ങൾ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും. അങ്ങനെ എനിക്ക് ഒരടയാളം മാതാവ് കാണിച്ചു തരണം, അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല എന്ന് തെളിയിച്ചു തരണമെന്ന് പറഞ്ഞ് അന്ന് രാത്രി ഞാൻ നല്ല ബോധത്തോടെ ആവുകയും സുമയോട് സംസാരിക്കുകയും ചെയ്യുമെന്നാണ് സുമ പറയുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ശരീരത്തെ മുറിവുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കരിയുകയും എൻ്റെ കയ്യിലെ ഞരമ്പ് പൊട്ടിയ ആ മുറിവ് മാത്രം നിലനിൽക്കുകയും ചെയ്തു. പിന്നെ അതും വളരെ പെട്ടെന്ന് തന്നെ ഭേദമാവുകയും എനിക്ക് പെട്ടെന്ന് ജോലിയിൽ ഒക്കെ പ്രവേശിക്കാനും കുടുംബം നോക്കാനൊക്കെ എനിക്ക് പറ്റി. അതേപോലെ പിന്നീടും എനിക്ക് 2 ആക്സിഡൻറ്റുകളുണ്ടായെങ്കിലും വളരെ അത്ഭുതകരമായിട്ട് ഞാൻ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുകയായിരുന്നു. ഇതിൽ ഒരെണ്ണം വലിയ ഒരു വണ്ടിയുടെ കീഴത്ത് വീഴേണ്ട ഒരവസ്ഥയിൽ ഞാൻ ആക്സിഡൻറ്റിൽപ്പെട്ട് റോഡിലേക്ക് മറിയുകയും ഈ വണ്ടിയുടെ അടിയിൽപ്പെടാതെ ഞാൻ വളരെ സുരക്ഷിതനായി തിരികുകയും ചെയ്യുകയായിരുന്നു. പിന്നീടുണ്ടായ ആക്സിഡൻറ്റിലും എനിക്ക് വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ മാതാവിനെ യേശുനാഥനെ കാത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേപോലെ എനിക്ക് എൻ്റെ ഏണിന് ഒരു വല്ലാത്ത വേദന വരികയും എനിക്ക് കട്ടിലിലോ കിടക്കുകയോ നേരെ കിടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുകയായിരുന്നു. ഇതിന് ആശുപത്രി ഞങ്ങൾ പോയിരുന്നു. ഈ ആശുപത്രിയിൽ പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞത് സ്കാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ ഇത് വീട്ടിൽ വരികയും പിന്നീട് ഈ വേദന തുടരുന്ന സമയത്ത് നമുക്ക് ഉടമ്പടി തൈലം ഞാൻ പുരട്ടി പ്രാർത്ഥിക്കുകയും നിരന്തരം പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു. എൻ്റെ കുടുംബത്തിലും ഇതറിഞ്ഞവരെല്ലാം പറഞ്ഞത് ആശുപത്രി പോകണം, ഈ അസുഖം മാറണമെങ്കിൽ സ്കാൻ ചെയ്ത് മരുന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ മരുന്ന് കഴിച്ചില്ല. ഈ തൈലം ഞാൻ ഉപയോഗിക്കുകയും നിരന്തരം ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്തു.
അതിൻ്റെ ഫലമായി പതുക്കെ പതുക്കെ എനിക്ക് രോഗം മാറുകയായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് തലയിൽ ഒരു മുഴ 6-7 വർഷത്തോളം ഉണ്ടായിരുന്നു. ഇത് ആദ്യം ഞാൻ ഈ ഒരു ENT ഡോക്ടറെ കണ്ടപ്പോൾ ഇത് കുഴപ്പമില്ലാത്തതാണ്, എടുത്ത് കളയാമെന്നൊക്കെ പറയുമെങ്കിൽ ആ സമയത്ത് കൊറോണ വന്നിരുന്ന സമയത്ത് അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റാൻ കഴിഞ്ഞിരുന്നില്ല. ഈ മുഴ പിന്നീട് ഡോക്ടറെ കാണിച്ച് ഇത് ഞങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യ മാതാവിനോട് വളരെ കരഞ്ഞപേക്ഷിക്കുകയും ഇത് മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ മുഴ ഓപ്പറേഷൻ ചെയ്ത് ബയോപ്സി അയച്ചെങ്കിലും ഇതെനിക്ക് ക്യാൻസർ ഉള്ള അതിൻ്റെ നെഗറ്റീവ് ആവുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അതേപോലെ എനിക്ക് ഇടുപ്പിന് വന്ന അസുഖം, അത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് മുന്നോട്ട് ജോലി ചെയ്യാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചിരുന്നില്ല. അത് ഈ ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗം വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് അതിൽ പരിപൂർണ്ണ സൗഖ്യം കിട്ടിയത്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം ഒരു തവണയല്ല അതിൽ കൂടുതലുണ്ടായിട്ടുണ്ട്. എൻ്റെ മകൻ തന്നെ ഞങ്ങൾ ഇവിടെ അഖണ്ഡ ജപമാല റാലിക്ക് വന്ന സമയത്ത് ഒരു കൊന്ത വേണം എന്ന് വാശി പിടിച്ചിരുന്നു. അങ്ങനെ ഈ കൊന്ത ഞങ്ങൾ അന്നേരം വാങ്ങിച്ചു കൊടുത്തില്ല. അങ്ങനെ ഇവൻ അത്രയ്ക്ക് വിഷമത്തിലായിരുന്നു. ഞങ്ങൾ ഈ ജപമാല റാലിയിൽ പങ്കെടുത്ത് അർത്തുങ്കൽ പള്ളിയിൽ തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങളൊരു ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് അത് ഇവൻ പറയുന്നതാണ്. അന്നേരം കാറിലിരുന്ന ഒരു അച്ഛൻ എന്നെ കൈ കാട്ടി വിളിച്ച് എന്തുവാ, അന്നേരം എൻ്റെ അമ്മ പറഞ്ഞ് മോനെ അച്ഛൻ മുട്ടായി തരാൻ വിളിച്ച് അങ്ങോട്ട് പോകാൻ പറഞ്ഞ്. അവിടെ ചെന്നപ്പോൾ അച്ഛൻ എനിക്കാണെങ്കിൽ ഒരു കൊന്ത തന്ന്. ഇതാ അച്ഛൻ എനിക്ക് തന്ന കൊന്ത, മാതാവ് എനിക്ക് തന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാര്യത്തിലും ഞങ്ങൾക്ക് മാതാവിൻ്റെ ഇടപെടൽ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് ഞങ്ങൾ അറിഞ്ഞതാണ്. ആദ്യം ഞങ്ങളിവിടെ വെച്ചൊരു കൊന്ത വാങ്ങിച്ചിരുന്നു. ആ കൊന്ത ഞാനിടുകയാണ് ചെയ്തത്. ആ സമയത്താണ് എൻ്റെ മകനും ഇത് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചത്. പക്ഷേ അന്നേരം വാങ്ങിച്ചു കൊടുത്തില്ല. പിന്നീട് മാതാവ് അച്ഛനിലൂടെ ഞങ്ങളുടെ മകനത് എത്തിച്ചു കൊടുത്തതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ ഇതെൻ്റെ മകൾക്ക് പനിയുടെ അസുഖം ഇങ്ങനെ മുറിച്ചുകയും 2-3 ആശുപത്രിയിൽ ഞങ്ങൾ പോവുകയും ചെയ്തു. ഈ ഓരോ ആശുപത്രിയിലും ഇതിൻ്റെ വ്യക്തമായ കാരണം ഞങ്ങൾക്ക് പിടികിട്ടില്ല. മൂന്നാമത് ഞങ്ങളൊരു പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു ആശുപത്രിയിലാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഞാൻ എൻ്റെ നിർബന്ധത്തിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുകയും ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഇത് ഡെങ്കിപ്പനിയാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമായത്. അന്ന് അവിടുന്ന് മരുന്ന് തന്നു വിടുകയും അത്യാവശ്യം കുറച്ച് ഫ്രൂട്ട്സോ മറ്റോ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ വരികയും ഞങ്ങൾ ഈ പ്രാർത്ഥന ആ സമയത്തെല്ലാം തുടർന്നിരുന്നു. 3 ദിവസം കഴിഞ്ഞ് വീണ്ടും ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഈ 3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൗണ്ട് വളരെയധികം കൂടുകയും പ്ലേറ്റ്ലെറ്റ് ആവശ്യത്തിൽ അധികം ആവുകയും ചെയ്തിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് മരുന്നാണ് കഴിച്ചതെന്ന് ചോദിച്ചു. ഞങ്ങൾ തന്നതല്ല. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളങ്ങനെ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ആ സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടർച്ചയായിട്ട് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ മാതാവ് നടത്തിയ അത്ഭുതമാണെന്ന് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു. അന്ന് ഞങ്ങളുടെ പരിസരത്ത് ചിലർക്കൊക്കെ ഡെങ്കിപ്പനിയായിട്ട് 1 മാസത്തോളമൊക്കെ ആശുപത്രിയിലും അഡ്മിറ്റായിരുന്ന സമയത്താണ് മകൾ വെറും 3 ദിവസത്തിനുള്ളിൽ ആ രോഗത്തിൽ നിന്ന് മുക്തി നേടിയത്. അതേപോലെ എൻ്റെ ഭാര്യയ്ക്കും ഈ രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട്. അത് എൻ്റെ ഭാര്യ പറയും. ഈശോയ്ക്കും മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. എനിക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ തുമ്മലാണ്. ആ തുമ്മൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിൽക്കത്തതേ ഇല്ലായിരുന്നു. രാത്രിയിലും പകലും എല്ലാം ഒരുപോലെ തുമ്മിയേ. അങ്ങനെ ഒരു ദിവസം രാത്രി മാതാവിനെ ഞാൻ വിളിച്ചു കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേന്ന് മുതൽ എനിക്ക് തുമ്മൽ എന്ന ഒരു അസുഖമില്ല. അതുപോലെയാണ് തലവേദനയും. എവിടെ പോയാലും തലവേദനയുടെ ഗുളിക വാങ്ങിച്ച് വെച്ച് കഴിക്കുകയായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇതുവരെ എനിക്ക് തലവേദനയൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ആദ്യമൊക്കെ പത്രം കൊടുത്ത് തീർക്കണമെന്നേ ഉള്ളായിരുന്നു. പിന്നെ അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ കേട്ടതിന് ശേഷം ഞങ്ങൾ ബസ് സ്റ്റാൻഡുകളിലെല്ലാം പറഞ്ഞാണ് പത്രം കൊടുക്കുന്നത്. അതുപോലെ ഇവിടുന്ന് കാശുരൂപം വാങ്ങിച്ചു കൊണ്ട് പോവുകയും എല്ലാവർക്കും കൊടുക്കുകയും ഉപ്പും തേനുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് ഒരുപാട് പേര് ഞങ്ങളോട് പൈസയൊക്കെ ചോദിക്കുകയും അങ്ങനെ ഞങ്ങളെ പറ്റുന്നത് ഞങ്ങൾ സഹായിക്കുകയും രോഗികളെയൊക്കെ പോയി കാണുകയൊക്കെ ചെയ്യുന്നു.
ആത്മീയ ജീവിതം പിന്നെ ജപമാല ചൊല്ലും. ഞങ്ങളൊരു ഹിന്ദുവാണ്. ഇതിന് അറിയത്തില്ലായിരുന്നു ആദ്യം എങ്ങനെയൊക്കെയാണെന്ന്. പിന്നെ പതിയെ പഠിച്ചത്. പിന്നെ പള്ളിയിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ. അങ്ങനെ പള്ളിയിൽ പോകാൻ പറ്റി, ആരാധനയിൽ പങ്കെടുക്കാൻ പറ്റി. പിന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും. അങ്ങനെ മാതാവ് ഈശോയൊക്കെ ഒരുപാട് ഞങ്ങൾ എന്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നോ അതൊക്കെ ഞങ്ങൾക്ക് സാധിച്ചു തരുന്നുണ്ട്. അങ്ങനെ ഇനിയും മാതാവിലും ഈശോയിലും വിശ്വസിച്ച് കഴിയണമെന്ന് തന്നെയാണ് ആഗ്രഹം. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുകുമാരനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനമാണുള്ളത്? നിയമാവർത്തനം 4:7 ഇസ്രായേൽ ജനത്തോട് മോശ പറഞ്ഞത്. ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നാണ്. ഉടമ്പടി മക്കളോടും ഉടമ്പടി ജീവിതത്തിൽ ദൈവം നമ്മളോട് പറയുന്നതും അത് തന്നെയാണ്. ദൈവ സാന്നിധ്യമാണ് നമ്മുടെ കൂടെയുള്ളത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും എല്ലാവരുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവം, നമ്മുടെ കൂടെയുള്ള ദൈവം, ആ ദൈവത്തിലേക്ക് നമ്മെ കരം പിടിച്ച് നയിക്കുന്ന ഒരമ്മ, കൃപാസനം അമ്മ. കാനായിലെ വിവാഹ വിരുന്നിൽ യോഹന്നാൻ്റെ സുവിശേഷം 2:5 പറയുന്നത് പോലെ അവൻ നിങ്ങളോട് പറയുന്നതെല്ലാം ചെയ്യുക എന്നാണ്. ദൈവത്തെ വിളിക്കാനും വിശ്വാസത്തിലും വചനത്തിലും ഉറച്ച ഒരു ജീവിതം നയിക്കാനുമാണ് പരിശുദ്ധ അമ്മ നമ്മെ ഓരോരുത്തരും ഉടമ്പടിയിലൂടെ നയിക്കുന്നത്. നമ്മുടെ കഷ്ടതയിൽ ദൈവത്തെ വിളിക്കാനും വിശ്വാസത്തോടെ വിശ്വസ്തതയുടെ ഉടമ്പടി നയിക്കുവാനുമാണ്. രോഗമായാലും കുടുംബ പ്രശ്നമായാലും ദുഃഖമായാലും നമ്മെ കൈവിടാത്ത ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു വാഗ്ദാനം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. വിളിച്ചപേക്ഷിക്കുമ്പോൾ കേട്ട ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് സുമയും കുടുംബവും നമ്മളോട് പങ്കുവച്ചത്. ദൈവം സമീപസ്ഥനായിരിക്കുന്ന പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഇന്നത്തെ ആവശ്യങ്ങളനുസരിച്ച്, ഇന്നത്തെ ഏറ്റവും മനുഷ്യരുടെ ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും വർക്കൗട്ട് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഉടമ്പടി. ആ ഉടമ്പടിയിൽ ഏത് കാര്യങ്ങളും ഏത് രീതിയിലും നമ്മൾ ഉടമ്പടിയിൽ വെച്ച് കൊടുത്താൽ ഈശോ അമ്മയും ഏറ്റെടുക്കുന്നതാണ്. കാരണം പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും പരിശുദ്ധ അമ്മയാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. കാനായിൽ അന്ന് ചെയ്ത പോലെ തന്നെയാണ്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ ആ അമ്മ തന്നെയാണ് ഈ മകനൊരു കൊന്ത വേണം, മകൾക്ക് രോഗസൗഖ്യം കൊടുക്കണം, ജോലിയില്ല, കുടുംബ പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, കടബാധ്യതകളുണ്ട്. അങ്ങനെ നമ്മുടെ ഓരോ പ്രശ്നങ്ങളും പരിശുദ്ധ അമ്മയാണ് ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം, വിട്ടുകൊടുക്കാം. നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ്, നമ്മുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യമുള്ള ഈ ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മുടെ കഷ്ടതയിൽ നമുക്ക് ദൈവത്തെ വിളിക്കാം. ഈശോയുടെ അമ്മയിലും പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ കൂടുതൽ തീഷ്ണതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. സുമയ്ക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.